നമുക്കറിയാം ആശീർവാദിൻ്റെ സിൽവർ ജൂബിലി ഫംഗ്ഷനിൽ ആശീർവാദിൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകളൊന്നും ആൻ്റണി പെരുമ്പാവൂർ അനൗൺസ് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ ടീസർ അന്നാണ് ലോഞ്ച് ചെയ്തത്. ടീസർ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത്. ആ ഒരു ഇമ്പാക്റ്റ് കളയണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റും അന്ന് നടത്തിയില്ല. ഇപ്പോൾ അടുത്ത് ദൃശ്യം 3 എന്ന സിനിമ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. ഇനി ഒരു പ്രൊജക്റ്റും കൂടി ഉടനെ അനൗൺസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അനൗൺസ് ചെയ്യാൻ പോകുന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് വ്യക്തമല്ല. എന്തായാലും ആശീർവാദിൻ്റെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന 2 പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന് വിപിൻ ദാസ് ലാലേട്ടൻ സിനിമ. ഇതൊരു പക്ക കോമഡി എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആശീർവാദിൻ്റെ നിർമ്മാണത്തിൽ വരാനിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. എന്നാലും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ഉടനെ ഉണ്ടാവില്ല. കാരണം വിപിൻ ദാസ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സന്തോഷ് ട്രോഫി എന്ന പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള ഡിസ്കഷനൊക്കെ അവർ നടത്തുക. LJP ലാലേട്ടൻ കോംബോ. ഈ ഒരു കോംബോയിൽ ഒരു സിനിമ വന്നതാണ് മലൈക്കോട്ടെ വാലിബൻ. എന്നാൽ വിചാരിച്ച രീതിയിൽ ആ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഓളം ഉണ്ടാക്കിയില്ലെങ്കിലും എന്നാൽ സിനിമയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടമായി. പ്രധാനമായിട്ട് സിനിമ പരാജയമാകാനുള്ള കാരണം LJPയുടെ സ്ലോ നരേഷൻ തന്നെയായിരുന്നു. മികച്ച രീതിയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ ഒരു വലിയ വിജയമാവേണ്ട ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ LJPക്ക് ലാലേട്ടൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ ഒരു ആക്ഷൻ സിനിമയിലാണ് ഇവർ ഒന്നിക്കാൻ പോകുന്നത്. ആശീർവാദാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം 2026 മിഡിലാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും LJPയിൽ നിന്നും നല്ലൊരു കിടിലൻ ആക്ഷൻ ചിത്രം തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.